മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കാട്ടാനയെ നിരീക്ഷിക്കാൻ കുങ്കിയാനകളും 2 കുങ്കിയാനകളെയാണ് എത്തിക്കുക. 21 മണിക്കൂറിലേറെ കിണറ്റിൽ അകപ്പെട്ടിരുന്ന ആനയുടെ ആരോഗ്യം ഉൾപ്പെടെയുള്ളവ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്ന് DMO അറിയിച്ചു. അരുൺ അമൃതാഥ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ ആനയെ നിരീക്ഷിക്കാൻ എത്ര കുങ്കിയാനകളെയാണ് സ്ഥലത്ത് എത്തിച്ചിട്ടുള്ളത്? കുങ്കിയാനകളുടെ നേതൃത്വത്തിൽ ഇത് എങ്ങനെയാണ് നിരീക്ഷണം ഇവർ പദ്ധതിയിട്ടിട്ടുള്ളത്? വിശദാംശങ്ങൾ എന്താണ് അരുൺ? ഗുഡ് മോർണിംഗ് മോദി. 2 കുങ്കിയാനകളെയാണ് നിലവിൽ ആദ്യഘട്ടത്തിൽ എത്തിക്കുന്നത്. കോനി സുരേന്ദ്രനും വിക്രമും ഈ 2 കുങ്കിയാനകളെ കൊടുമ്പുഴ ഫോറസ്റ്റിൽ എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ ഒരു പ്രദേശത്തേക്ക് ഊർങ്ങാട്ടിരിയിലെ ഈ കൊമ്പൻ കിണറ്റിൽ വീണ ആ ഒരു മേഖലയിലേക്ക്, ആ ഒരു കുന്നിൻ ചെരുവിലായുള്ള ഒരു വനപ്രദേശത്തേക്ക് എത്തിക്കും എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ തന്നെ നാട്ടുകാർക്ക് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു. നാട്ടുകാർ പറഞ്ഞിരുന്നത് ആനയെ ഇവിടെ നിന്ന് മാറ്റാതെ ഒരു അനുനയം സാധ്യമല്ല എന്ന് ഉള്ളതായിരുന്നു. പിന്നീട് കൃത്യമായി അവർ ഫോറസ്റ്റ് മുന്നോട്ട് വെച്ച ഒരു ആശയം ഇങ്ങനെയായിരുന്നു. അതായത് ആനയെ ഇവിടെ നിന്ന് മയക്കുവെടി വെക്കാൻ സാധിക്കില്ല, ആനയെ കാട് കയറ്റാം, പിന്നീട് കുങ്കിയാനകളെ ഉപയോഗിച്ച് ആനയെ നിരീക്ഷിക്കാം, തിരിച്ചു വരാത്ത രീതിയിൽ നിരീക്ഷിക്കാം, സുരക്ഷയൊരുക്കാം എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ഈ നാട്ടുകാർ അനുനയത്തിന് തയ്യാറാവുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ 2 കുങ്കിയാനകളെ ഈ കാട് കയറിയ ഊർങ്ങാട്ടിരിയിലെ കാട്ടുകൊമ്പനെ നിരീക്ഷിക്കാനായി എത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയൊരു ആശ്വാസമാണ്. ആനയ്ക്ക് സംബന്ധിച്ചും ആനയ്ക്ക് ആരും വലിയ പരിക്കുകളില്ലാതെ കാട്ടിലേക്ക് കയറാനാകും. നാട്ടുകാരുടെ ആശങ്കയും ഒഴിഞ്ഞിരിക്കുന്നു. ശരി അരുൺ.